ഈ 4 വിഭാഗക്കാരുടെയും പറ്റി യാതൊരു സർവേയും ആരും നടത്തിയിട്ടില്ല. അതിദരിദ്രരെ പറ്റി ഒരു മൈക്രോ ലെവൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്. വയനാട്ടിലെ ആദിവാസികളെ പാടെ തഴഞ്ഞു. യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഈ മലയാളികളെ മുഴുവനും കബളിപ്പിക്കലാണ്. ഒരുപാട് പേരുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന കണക്കിൽ നിന്നും വളരെ കൂടുതലാണ് ആ നമ്പേഴ്സ് എന്നത് വസ്തുനിഷ്ഠമായ ഒരു സത്യമാണ്. പട്ടിണി കിടക്കാൻ പോകുന്നതും പീഡിപ്പിക്കപ്പെടാൻ പോകുന്നതും ഈ പറയപ്പെട്ട ഈ അഗതികളുടെ കൂട്ടത്തിൽപ്പെട്ട് ഈ മഞ്ഞക്കാരുടെ ഉടമകളാണ് കഷ്ടപ്പെടാൻ പോകുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിലൂടെ കേരളം പുതിയ ചരിത്രമാണ് സൃഷ്ടിക്കുന്നത്. നമുക്കെല്ലാം അഭിമാനിക്കാം. പക്ഷേ ചില ചോദ്യങ്ങളുണ്ടല്ലോ. സംസ്ഥാനത്തെ അതിദരിദ്രരെ നിർണയിക്കാൻ ഏതൊക്കെ മാനദണ്ഡങ്ങളാണ് ഉപയോഗിച്ചത്? ഏത് ആധികാരിക സമിതിയാണ് അതിനായി സർവേ നടത്തിയത്? ഇതിന് ആധാരമായി ഉപയോഗിച്ച ഡേറ്റയുടെ ആധികാരികതയും അതിനായി ആധാരമാക്കുന്ന പഠന റിപ്പോർട്ടും ഏതൊക്കെയാണ്? 2011 സെൻസസ് പ്രകാരം സംസ്ഥാനത്ത് അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന 1.16 ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി 4.85 ലക്ഷം ആദിവാസികളുണ്ട്. എന്നാൽ പുതിയ കണക്കിൽ 6400 കുടുംബങ്ങളെ മാത്രമാണ് അതിദാരിദ്ര്യ വിഭാഗമായി കണ്ടെത്തിയിട്ടുള്ളത്. അവർ അഗതികളാണോ അതോ അതിദരിദ്ര വിഭാഗത്തിൽ പെടുന്നവരാണോ? അവരുടെ ദാരിദ്ര്യം മറികടക്കാൻ എന്ത് ഇന്ദ്രജാലമാണ് നടന്നത് എന്നും അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപനത്തിനെതിരെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും സർക്കാരിന് അയച്ച കത്തിൽ ചോദിക്കുന്നു. ഡോക്ടർ മേരി ജോർജ് മാഡവും കത്തയച്ചവരിൽ ഒരാളാണ്. നമുക്ക് മേഡത്തോട് തന്നെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം. മേഡം, ഇന്നു മുതൽ കേരളം അതിദാരിദ്ര്യമുക്തമായി മാറിയിരിക്കുകയാണ്. മറ്റ് ഡീറ്റെയിലുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇങ്ങനൊരു പ്രഖ്യാപനം കേട്ടപ്പോൾ മാഡത്തിന് എന്താണ് തോന്നിയത്? ഇത് ശുദ്ധ അസംബന്ധമാണ്. മനുഷ്യരെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള കള്ളം പറച്ചിലാണ് ഗവൺമെന്റിന്റെ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് വയനാട് ജില്ലയിലെ തന്നെ പോവർട്ടി, ദാരിദ്ര്യം, അതായത് ആദിവാസികൾക്കിടയിലെ ദാരിദ്ര്യം. അതുപോലെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സർവേക്ക് വേണ്ടിയിട്ട്, കുടുംബശ്രീ സർവേക്ക് വേണ്ടി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കറിയാം, അതായത് കുടുംബശ്രീയുടെ സർവേ ഒക്കെ നടത്തുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ മേഖലയിലാണ്. അത്തരക്കാരെയാണ് കണ്ടുമുട്ടേണ്ടിയിരുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ അങ്ങനെ സർവേക്ക് പോയത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കേരളം അതിദരിദ്രർ ധാരാളമുള്ള ഒരു കേരളമാണ്. ആ കേരളത്തിന്റെ കഥയല്ല ഇവിടെ പിണറായി വിജയൻ നവംബർ 1-ാം തീയതി അനൗൺസ് ചെയ്യാൻ പോകുന്നത്, പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അത് കള്ള പ്രഖ്യാപനമാണെന്നല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതിനുള്ള കണക്കുകൾ ഒരു പരിധി വരെ എന്നെ കൊണ്ട് ഇപ്പോൾ ഇവിടെ പറയാനും കഴിയും. അതായത് നീതി ആയോഗ് 2001 ഒരു പഠനം നടത്തി. അതായത് ശരിക്കു പറഞ്ഞാൽ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ടാണ് നീതി ആയോഗ് ഇത് മുൻപോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറച്ച് ജനങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളത്, അതിദരിദ്രരായിട്ടുള്ളത് ഏറ്റവും കുറച്ചുള്ളത് കേരളത്തിലാണ്. കേരള പോപ്പുലേഷന്റെ 0.71% മാത്രമാണ് ഈ അതിദരിദ്രരായിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് ഈ അതിദരിദ്രർ എന്നതിന്റെ അർത്ഥമായിട്ട് നീതി ആയോഗ് നമുക്ക് മുൻപിൽ വയ്ക്കുന്നത്? അതായത് നമുക്കൊരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ, യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മില്ലേനിയം ഡെവലപ്മെന്റ്, ഈ 21st സെഞ്ചുറി തുടങ്ങിയപ്പോൾ എടുത്ത ഒരു മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾ പ്രതിജ്ഞയാണ്. 2030 ആകുമ്പോഴത്തേക്കും അതിദരിദ്രരില്ലാത്തവർ, പോഷകാഹാര ദാരിദ്ര്യം ഇല്ലാത്തവർ, തൊഴിൽ രഹിതർ, അങ്ങനെയുള്ളവരൊക്കെ ഇല്ലാതെയാകുന്ന സമ്പുഷ്ടമായ ഒരു ലോകം. അതാണ് ആ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിന്റെ ലക്ഷ്യം. അതിൽ 17 പ്രധാനപ്പെട്ട ഗോൾസ് ഉണ്ട്. അതിലെ 4 ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഈ അതിദരിദ്രർ ഇല്ലാതെയാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നീതി ആയോഗവും മറ്റുള്ളവരും പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ഭക്ഷണം, ആരോഗ്യം, ഇൻകം ആൻഡ് ഹൗസിംഗ്. അപ്പൊ ഭക്ഷണവും ആരോഗ്യവും ഇൻകവും ഹൗസിങ്ങും, അതായത് പാർപ്പിടം. സാധാരണ രീതിയിൽ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് ആഹാരം,
വസ്ത്രം, പാർപ്പിടം. അതിൽ തീരുമോ ഒരു അന്തസ്സുള്ള ജീവിതം ജീവിക്കാൻ? ഇത് മൂന്നും ഉണ്ടായാൽ അന്തസ്സുള്ള ജീവിതം ഒരു ജീവിതമാകും, അന്തസ്സുള്ള ആകില്ല. അതിന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് പോലെ നമുക്ക് മാന്യമായ തൊഴിൽ വേണം, മാന്യമായ വേതനം വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, അപ്പൊ മാന്യമായ തൊഴിലും മാന്യമായ വേതനവും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം വേണം. അപ്പൊ ഈ 4 ഗോൾസിന്റെ കൂട്ടത്തിലെ എഡ്യൂക്കേഷൻ എന്ന ഒരു ലക്ഷ്യവും കൂടി പൂർത്തീകരിക്കണം. ഈ പറയുന്നത് പോലെ ആഹാരം ആരെങ്കിലും കൊണ്ടേ കൊടുക്കുന്ന ആഹാരമല്ല വേണ്ടത്. സ്വന്തം കാലയിൽ ഈ 5 കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റണം. അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, പിന്നെ വിദ്യാഭ്യാസം. അതായത് നമുക്ക് തൊഴിൽ കണ്ടെത്താനും മാന്യമായ വേതനം സമ്പാദിക്കാനും തർക്കത്തിലുള്ള വിദ്യാഭ്യാസം, പരുവത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടണം. അതാണ് 5ാമത്തെ ഗോളായിട്ട്. അത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാന്യമായ ജീവിതത്തിന് നൽകുന്ന ലക്ഷ്യമാണ്, മാനദണ്ഡമാണ്, ഡെഫിനിഷനാണ്. അപ്പൊ ആ ഡെഫിനിഷൻ കൂടി ഇതിനകത്ത് തീർച്ചയായിട്ടും ചേർക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താ പറയുക, 4 ലക്ഷ്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? ഭക്ഷണം, ആരോഗ്യം, ഇൻകം, വരുമാനം, ഹൗസിംഗ്. അപ്പൊ ഈ ഇൻകം എന്ന് പറയുന്നിടത്ത് ഈ തൊഴിൽ വന്നു കഴിഞ്ഞു, മാന്യമായ വേതനമുള്ള തൊഴിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ ഈ 4 കണ്ടീഷൻസ്, അതായത് നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ കോടികളല്ല, ജീവിക്കാൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വരുമാനം, അതുപോലെ തന്നെ ഹൗസിങ്ങും പാർപ്പിടവും. ഈ പറയപ്പെട്ട 4 തന്നെ വരും. തൊഴില് എല്ലാം വരും അതിനകത്ത്. അപ്പൊ ഇങ്ങനെ ഈ 4 കണ്ടീഷൻസ് ഇവിടെ ഗവൺമെന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു ആൾക്കാരെ ഇല്ല എന്ന് പറയുകയല്ല. ഒരുപാട് പേരുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന കണക്കിൽ നിന്നും വളരെ കൂടുതലാണ് ആ നമ്പേഴ്സ് എന്നത് വസ്തുനിഷ്ഠമായ ഒരു സത്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം കള്ളപ്രഖ്യാപനമാണ്. ഒരു കാരണവശാലും സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പാടില്ല. അത് കേരളത്തിലെ 3,54,00,000 ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ കേരളം ഒരുപക്ഷെ ലോകത്തിന്റെ മുൻപിൽ കേരളത്തെ പറ്റി വലിയ തോന്നലുണ്ടാവും. പക്ഷെ ആ തോന്നൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് അവരൊക്കെ തിരിച്ചു ചോദിക്കാൻ തുടങ്ങും. എന്നിട്ടെന്താ, അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് ഈ കാണാവുന്ന ആൾക്കാരെല്ലാം, അതായത് US കുടിയേറി പാർത്തിട്ടുള്ളവരിൽ തന്നെ ഒരു നല്ല ഭാഗം മലയാളികളാണ്. അതായത് 70%-ലധികം ഇന്ത്യക്കാരാണ്. ഇന്ത്യക്കാരിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ്. അപ്പൊ എന്താണ് ഈ കേരളം വിട്ടിങ്ങനെ പോകുന്നത് എന്ന ചോദ്യം ഉണ്ടാകാം. ഓക്കെ, ഈ അതിദാരിദ്ര്യമുക്ത കേരളം അവകാശവാദത്തെ ചോദ്യം ചെയ്ത് മാഡം ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. അതിദാരിദ്ര്യമുക്ത കേരളമാണോ അഗതിമുക്ത കേരളമാണോ സർക്കാർ പ്രഖ്യാപിക്കുന്നത് എന്നാണ് സർക്കാരിന് ഇത് സംബന്ധിച്ച് അയച്ച കത്തിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാൻ കാരണം? അതായത് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അപകടക്കെണികളുണ്ട്. അത് ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നറിഞ്ഞൂടാ. അതായത് അഗതികളില്ലാത്ത ഒരു കേരളത്തിലാണല്ലോ അങ്ങനെയാവുമ്പോ കേരളം വരിക. അതായത് ഈ അതിദരിദ്രർ ഇല്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ അഗതികൾ ഇല്ലാത്ത കേരളം എന്നർത്ഥമാകും. ഈ അഗതികൾ എന്നുള്ള ഗണത്തിൽ പെടുത്തിയാണ് ഇതാണ് അന്ന അന്ത്യ യോജന. അതായത് ഒരു എല്ലാ ഗതിയും കെട്ട ഒരു വിഭാഗം ജനം അഗതികളായിട്ട് അവരെ കണക്കാക്കി അവർക്ക് കൊടുക്കാനാണ് ഈ മഞ്ഞ കാർഡ്. ഈ മഞ്ഞ കാർഡ് ഉടമകളായിട്ട് കേരളത്തിലെ 5 ലക്ഷത്തിലധികം പേരുണ്ട്. ഏകദേശം 6 ലക്ഷം പേർക്ക് അടുത്തുണ്ട്. ഇവർക്ക് ആണ് അന്ന അന്ത്യ യോജന എന്ന ക്രമത്തില് 3 രൂപ വിലയ്ക്ക് 1 കിലോ അരിയും 2 രൂപ വിലയ്ക്ക് 1 കിലോ ഗോതമ്പും എന്ന തോതിൽ വലിയ അളവ് വരെ അരിയും ഗോതമ്പും കേന്ദ്ര ഗവൺമെന്റ് ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ വെളിച്ചത്തിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പയറുവർഗ്ഗങ്ങൾ, അതായത് ഈ അത്യാവശ്യ സാഹചര്യങ്ങൾ വരുമ്പോഴേക്കും പയറുവർഗ്ഗങ്ങള്, എഡിബിൾ ഓയില്, പഞ്ചസാര, ഇതൊക്കെ ഉദാഹരണം കോവിഡ് പോലെയുള്ള കാലങ്ങളിൽ ഈ കാർഡിന്റെ ഒപ്പം ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കിട്ടുമായിരുന്നു. അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്ന ഈ അഗതികൾക്കാണെങ്കിൽ 1 പൈസ പോലും, അതായത് കേന്ദ്ര ഗവൺമെന്റ് 3 രൂപയ്ക്ക് കൊടുക്കുന്ന അരി സംസ്ഥാന ഗവൺമെന്റ് ആ 3 രൂപയും സ്വന്തം പോക്കറ്റിൽ നിന്നിട്ട് ഫ്രീ ആയിട്ടാണ് ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള 6 ലക്ഷത്തിനടുത്ത് ആൾക്കാരുള്ള ഒരു സംസ്ഥാനം ദാരിദ്ര്യമുക്തം എന്ന് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാല് ഈ പറയപ്പെട്ട തരത്തിലുള്ള അരി, അതായത് അന്ന അന്ത്യ യോജന ഗണത്തിൽപ്പെട്ട അരിയോ സാധന സാമഗ്രികളോ
അവർക്ക് ലഭ്യമാവുകയില്ല. അപ്പോ അതിന്റെ മറവിൽ ജീവിച്ചു പോകുന്ന ഈ 5 ലക്ഷത്തിലധികം അഥവാ 6 ലക്ഷത്തിനടുത്തുള്ള വ്യക്തികളെ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്താണ് കേന്ദ്ര ഗവൺമെന്റിൽ കൊടുക്കാൻ പോകുന്ന നിവേദനം? നമ്മൾ കണ്ടു, ഇപ്പൊ PM ശ്രീയിൽ ചേരുന്നു എന്ന് പറഞ്ഞിട്ട് അത് വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു. അത് അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഇതും ഒരബദ്ധമായി തീരുമ്പോ അവസാനം കടിച്ചതുമില്ല, ദാരിദ്ര്യോട്ട് പോയതുമില്ല, അഗതികൾക്ക് കൊടുക്കാമായിരുന്ന മഞ്ഞക്കാർഡിന്റെ അരിയും സാധനങ്ങളും ലഭ്യവുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് തള്ളപ്പെടുമോ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു പ്രശ്നവും ഇല്ല. പട്ടിണി കിടക്കാൻ പോകുന്നതും പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത് ഈ പറയപ്പെട്ട ഈ അഗതികളുടെ കൂട്ടത്തിൽപ്പെട്ട് ഈ മഞ്ഞക്കാർഡ് ഉടമകളാണ് കഷ്ടപ്പെടാൻ പോകുന്നത്. അത്ര ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുമോ? അവരെ പറ്റി എന്താണ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ എന്നതാണ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം. മാഡത്തിന് വയനാട് ജില്ലയുടെ കാര്യം നന്നായിട്ട് അറിയാവുന്നതാണ്. ആദിവാസി കുടുംബങ്ങൾ ധാരാളമുണ്ട്. അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ എങ്ങനെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയത്? ഇത് സർക്കാരിന്റെ പൊള്ളയായ പ്രഖ്യാപനം മാത്രമാണോ? അതാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയ ഒരു കാര്യം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കുടുംബശ്രീ സർവേക്കായിട്ട് വയനാട് ജില്ല അതിന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയാണ് കേരളത്തിലെ ആദിവാസികളുടെ 42% ജീവിക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല. അപ്പം അവരുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, അവർക്ക് ഈ കുടുംബശ്രീയിൽ ഒന്നും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഭൂ ഉടമകളുടെ കൃഷി മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷിക്ക് പോകുന്നവർ ഞങ്ങൾ കുടുംബശ്രീ പ്രവർത്തിക്കാൻ പോയതുകൊണ്ടാണ് കൃഷിപ്പണിക്ക് വരാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം മുടങ്ങിയാൽ അവരെ ചവിട്ടി പുറത്താക്കും. പിന്നെ അപ്പൊ അവരുടെ ജീവിതം അന്നം മുട്ടും എന്നുള്ളത് കൊണ്ട് ഈ ആദിവാസികളെല്ലാം തന്നെ കുണ്ടൽ പണി എന്നാണ് അതിന് പറയുക. അതായത് ശരിക്ക് പറഞ്ഞാല് അടിമപ്പണി തന്നെയാണ് കുണ്ടൽ പണി. വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ അന്നാണ് അവര് ജന്മിയുമായിട്ട് കരാറിൽ ഒപ്പിടുന്നത്. അന്നേരം എന്തെങ്കിലും അവർക്ക് ചേല മേടിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ കൊടുക്കും. ആ പൈസയുടെ വെളിച്ചത്തിൽ 1 വർഷത്തേക്കുള്ള ജോലിക്കാണ് അവർ കോൺട്രാക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും കൊടുക്കുന്ന കൂലിയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ആ ആദിവാസി വിഭാഗം ഇപ്പോൾ എല്ലാം പട്ടിണിയിലും തൊഴിലില്ലായ്മയിലുമാണ്. എന്തുകൊണ്ട്? അവിടെ അതായത് കേരളത്തിലെ നെൽകൃഷി 1980 7,70,75,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം 1980. ഇപ്പോ ഈ 2025 ആകുമ്പോൾ 1,50,000 താഴെ എന്നാണ് സോണി പുളിങ്കുന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. ഇക്കണോമിക് റിവ്യൂവിൽ 1,90,000 2 ലക്ഷത്തിന് അടുത്തുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് ഒരു കർഷകനായ സോണി പുളിങ്കുന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 ലക്ഷം എന്ന് വെച്ചോളൂ. 8.25 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് താഴുമ്പോഴേക്ക് നെൽകൃഷിയെല്ലാം നിർത്തിപ്പോയി. സാധാരണ നെൽകൃഷി പോലെയുള്ള കൃഷികളിലായിരുന്നു വയനാട്ടിലെ ആദിവാസികൾ ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ആ കൃഷി ഒരുപാട് അതായത് മറ്റ് തോപ്പുകളായിട്ട് മാറി. അതായത് നെൽകൃഷി ചെയ്യാനും അതിനുള്ള ഈ പറയപ്പെട്ട അതായത് പ്രത്യേകിച്ച് ഈ 10 വർഷം കൊണ്ട് ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്നത് ഒരിക്കൽ പോലും സംഭരണ വില സമയത്ത് കിട്ടില്ല, സംഭരണ സമയത്ത് നടക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നെൽകൃഷി നിർത്തിക്കളഞ്ഞു കർഷകര്. അപ്പൊ അതിന്റെ യഥാർത്ഥത്തിൽ അതിന്റെ ദുരിതം പേറുന്നവർ വയനാട്ടിലെ ആദിവാസികളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ആ ആദിവാസികളെ അന്ന് ഞാൻ സർവേക്ക് പോയത് 2008-9 കാലത്താണെങ്കിൽ ഇപ്പൊ അവരുടെ അവസ്ഥ അതിനേക്കാളൊക്കെ വളരെ ശോച്യമാണ് എന്നുള്ളത് ഞാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് ആദിവാസികളെ. അപ്പോഴേ അങ്ങനെ എനിക്ക് മനസ്സിലാവും. ഒക്കെ പോകട്ടെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്താണ് ഗീതാനന്ദൻ പറയുന്നത്? ആദിവാസി ഗോത്ര മഹാസഭയുടെ അമരത്തിരിക്കുന്ന ഗീതാനന്ദനുണ്ട്, അതുപോലെ ജാനു ഉണ്ട്. ഇവരൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഗീതാനന്ദൻ പറയുന്നത്, ഹിന്ദു കോട്ട് ചെയ്തിട്ടുണ്ട് ഗീതാനന്ദനെ, അതിദരിദ്രർ പറ്റിയ ഒരു മൈക്രോ ലെവൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്. അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല. ആ സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ആദിവാസികളെ പറ്റി ഒരു മെൻഷനുമില്ല. ആദിവാസികളെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ലെന്ന്. അതായത് ഏതൊരു സമൂഹത്തിലും, നമ്മുടെ ഇന്ത്യയിലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ ഏതൊരു സമൂഹത്തിലും ഏറ്റവും എന്താ പറയുക ദരിദ്രവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹം എന്ന് പറയുന്നത് പട്ടികവർഗക്കാരാണ്. പട്ടികവർഗക്കാരുടെ കുട്ടികള്
എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ പേപ്പർ കട്ടിംഗ് ഉണ്ട്. കുട്ടികള് ഹോസ്റ്റൽ ഫീയും സൗകര്യങ്ങളും ഒന്നും ഗവൺമെന്റ് കൊടുക്കാത്തത് കാരണം കൊണ്ട് ഹോസ്റ്റൽ വിട്ട് പഠനം വിട്ട് വീട്ടിൽ പോയിരിക്കുന്നു ആദിവാസികള്. അതാണ് ആദിവാസികളുടെ അവസ്ഥ. അങ്ങനെയുള്ള ആദിവാസികളാണ് ദരിദ്രരായിട്ട് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം ഗീതാനന്ദൻ എന്താണ് പറയുന്നത്? ആദിവാസികളെ പറ്റി പ്രത്യേക മെൻഷനോ പ്രത്യേക കരുതലോ ഇല്ലാത്ത ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ നെയിം സേക്ക് ആ സർവേ നടന്നു പോയിട്ടുണ്ട്. അതുവഴിയായിട്ട് ആദിവാസികളുടെ പ്രശ്നങ്ങളൊന്നും അവർ പഠിച്ചിട്ടില്ല. അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഇങ്ങനെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഗീതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല അവര് ഗീതാനന്ദനൊക്കെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാല് 5% 64,006 ഫാമിലീസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ആദിവാസികളുടെ 5% വരുന്നുള്ളൂ. ആ ബാക്കി ആദിവാസികൾ, അതായത് യഥാർത്ഥത്തിൽ പട്ടിണിയിൽ കിടക്കുന്ന ആദിവാസികൾ ഏത് തരക്കാരൊക്കെയാണ്, ഏത് കാറ്റഗറിയിൽ പെട്ടവരൊക്കെയാണ്? വയനാട്ടിലെ ഏറ്റവും ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട് കഷ്ടതയിൽ കഴിയുന്ന ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പണിയ വിഭാഗത്തിലുള്ളവർ, അടിയ വിഭാഗത്തിലുള്ളവർ, കാട്ടുനായ്ക്കർ വിഭാഗത്തിലുള്ളവർ, വേട്ടക്കരുമാൻ വിഭാഗത്തിലുള്ളവർ. ഈ 4 വിഭാഗക്കാരുടെയും പറ്റി യാതൊരു സർവേയും ആരും നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സർവേ, അങ്ങനെ അവരുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇതുപോലെ ഒരു ലിസ്റ്റ്, അതായത് ആകെപ്പാടെ 64,006 ഫാമിലീസാ ഉള്ളത്. അതിൽ നിന്നാണ് ഈ പറയപ്പെട്ട ആൾക്കാരെ ഒന്നും അവർ സ്പർശിച്ചിട്ടേ ഇല്ല, അവരുടെ സർവേ നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠനത്തിന്റെ ബേസിസിൽ നടത്തിയാൽ വയനാട്ടിലെ ആദിവാസികളെ പാടെ തഴഞ്ഞു, ആദിവാസികളുടെ പട്ടിണി, ആദിവാസികളുടെ ദുരിതം മറച്ചു വെക്കപ്പെടുന്നു എന്ന് വേണം നമുക്ക് വിധി എഴുതാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇടുക്കി പോലെ, അതുപോലെ കാസർഗോഡ്, ഇവിടെയൊക്കെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരും ഈ സർവേക്കകത്ത് വന്നിട്ടുണ്ടാവില്ല. സാധാരണ ഈ സർവേകളൊക്കെ നടത്തുന്നത് കൃത്യമായിട്ട് അതായത് അവർക്കൊരു മാനദണ്ഡം വേണം. അതായത് ഇത്തരം കാറ്റഗറീസിനെ ഉൾപ്പെടുത്തി വേണം സർവേ നടത്താൻ എന്ന് പ്രത്യേകമായ കരുതലോടെ അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവേ നടത്താൻ പോകുന്നവര് ഏറ്റവും ഈസി ആയിട്ട് സർവേ നടത്തി പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോയി നടത്തിക്കൊണ്ടു പോകും. അങ്ങനെ ഒരു സർവേ പോലും നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ എന്തെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വളരെ ഈസി ആയിട്ട്, അതായത് പലപ്പോഴും പുരപ്പുറത്തിരുന്ന് സർവേ നടത്തുന്നവരുണ്ട്. അതായത് പുരപ്പുറത്തിരുന്ന് എന്ന് പോലും പറയേണ്ട, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള മുറിക്കകത്തിരുന്ന് സർവേ നടത്തുന്ന മഹാരഥന്മാരുണ്ട്. അപ്പൊ അത്തരം സർവേ ആകാം നടത്തിയത്. അഥവാ ഇങ്ങനെ സർവേ നടത്തിയെങ്കിൽ തന്നെയും ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന മേഖലകളിലേക്കോ അവരുടെ ഇടയിലേക്കോ ഈ സർവേ ഇറങ്ങി ചെന്നിട്ടില്ല എന്ന് ആ ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോ തന്നെ അത് ക്ലിയർ അല്ലേ? ഈ പറയപ്പെട്ട തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, ഈ മലയാളികളെ മുഴുവനും കബളിപ്പിക്കലാണ് എന്നത്. നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് വരികയാണെങ്കിൽ, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിതി ആയോഗ് ചൂണ്ടിക്കാട്ടിയ ഈ 0.78 ആയിരുന്നു അവരുടെ ആദ്യ സർവേയിൽ. 2021 2024-25 സർവേയിലാണ് അത് 0.58% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കേരളത്തില് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 4-5 വർഷക്കാലം കൊണ്ട് കുറച്ച് കുറവ് വരുത്തി എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തെ എന്താ പറയുക, ദൈവതുല്യനായി കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സേവകരും ഒക്കെ വിചാരിച്ചു കാണും, ഇത് അടുത്ത ഇലക്ഷന് കടന്നു വരാനുള്ള ഒരു നല്ല വഴിയാണ് എന്ന്. അതിദരിദ്രമില്ലാതെ കേരളത്തെ വളർത്തിയിരിക്കുന്നു, വികസിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും, അതായത് കേരളത്തിൽ ഇല്ലാത്ത മലയാളികൾ, അതായത് പ്രവാസികളായിട്ടുള്ള മലയാളികളും എല്ലാം, അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരും എല്ലാവരും ഇവിടുത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് ഗവൺമെന്റിനെ വാനോളം പുകഴ്ത്തും. അങ്ങനെ അതായത് ഇപ്പൊ ഇന്ത്യയില് പേരിനൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ആ ഗവൺമെന്റിന്റെ പേരിലാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു മൂന്നാം വരവ് വന്നില്ലെന്നുണ്ടെങ്കിൽ
ഒരിടത്തും ഇന്ത്യയിൽ ഒരിടത്തും തൽക്കാലം ഭരണം പിടിക്കാൻ കമ്മ്യൂണിസ്റ്റിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അധോഗതിയിലേക്ക്, ഒരു ദേശീയ പാർട്ടി എന്ന മുഖച്ഛായ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടി കമ്മ്യൂണിസം മാറിപ്പോകരുത് എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഷോർട്ട് കട്ടുകൾ, അതായത് വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്ന രീതിയിലായിരിക്കണം ദരിദ്രരില്ലാത്ത കേരളമായിട്ട് കേരളത്തെ മാറ്റാൻ പോകുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നും തന്നെ വസ്തുതാപരമായി നോക്കിയാൽ നമുക്ക് അംഗീകരിക്കാനാവുന്ന കാര്യങ്ങളല്ല. പട്ടിണി, അതായത് ആഹാരം വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, അതുപോലെ തന്നെ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ള ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണങ്ങൾ ഏറ്റെടുക്കുക, ഇങ്ങനെ ഓരോരോ കാരണങ്ങളാണ് ഓരോ കടമ്പകൾക്ക് ചാടിക്കടക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ആ കാരണങ്ങൾ ഒന്നും തന്നെ വസ്തുനിഷ്ഠമല്ല. കാരണം ഈ ഗവൺമെന്റിന് ഇനി 6 മാസമേ ഉള്ളൂ. ആ 6 മാസം കഴിഞ്ഞ് ഈ ഗവൺമെന്റ് തന്നെ വന്നാൽ തന്നെയും ഇന്ന് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ധനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, അതായത് പ്ലാൻ ഫണ്ടിന്റെ 25% വെട്ടിക്കുറച്ചു എന്ന്. അങ്ങനെ ധനപ്രതിസന്ധിയിൽ പെട്ടുഴലുന്ന ഒരു ഗവൺമെന്റ് നിലനിന്നാൽ പോലും ഈ പറയുന്ന വാഗ്ദാനങ്ങൾ, അതായത് ഇത്ര 1000 പേർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ്, അതായത് ഇത്ര 1000 പേർക്ക് വീട്ടിൽ ആഹാരം എത്തിച്ചു കൊടുക്കാം, അങ്ങനെ ആ പറയപ്പെടുന്ന അനൗൺസ്മെന്റിന്റെ ഗുണനിലവാരത്തിലേക്ക് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ, എല്ലാവരെയും അവർ കണക്കിലെടുത്തിട്ടില്ല, കണക്കിലെടുത്തിട്ടുള്ളവരെ തന്നെ ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കൈവശം എവിടെ ഫിനാൻസ്, എവിടെ ധനമില്ല എന്നിട്ടാണല്ലോ ഈ 4-ാം തീയതി, അതായത് അടുത്ത ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടർ വഴിയായിട്ട് 2000 കോടി കടമെടുക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ കടത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ പറയപ്പെട്ട 1-ാം തീയതി കുറെ ഡിക്ലറേഷൻസ് നടത്തുക, അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനം എന്ന് അനൗൺസ് ചെയ്യുക, എന്നിട്ട് ദരിദ്രരേഖയ്ക്ക് താഴെ കിടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ പോക്കറ്റിൽ പൈസ വേണ്ടേ? ഇപ്പൊ തന്നെ ട്രഷറിയിലെ ബില്ലുകൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ബില്ലുകൾ ക്യൂ നിൽക്കുന്ന ട്രഷറിയിലേക്കാണ് ഈ അധിക ചെലവുകളുമായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഒന്നും നടക്കില്ല. അനൗൺസ്മെന്റ് ഒക്കെ നടത്തും. ആ അനൗൺസ്മെന്റിന്റെ ബലത്തില് 10 ലക്ഷം വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അത് ഉന്തിന്റെ കൂടെ ഒരു തള്ളും എന്ന് നമ്മൾ പറയുന്നത് പോലെ ഈ ഗവൺമെന്റിന് 3-ാം വട്ടം തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തെളിയിക്കുമെന്ന ഒരു വിശ്വാസം, അതാണ് ഗവൺമെന്റ് അങ്ങനെ ചെയ്യുന്നത്. മാഡം, മറ്റൊരു കാര്യം, മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളെ എത്തിച്ചാണ് പിണറായി സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നത്. കിറ്റ് കൊടുത്ത് വോട്ട് നേടിയതുപോലെ ഇതിന് പിന്നിലും വോട്ട് തട്ടലാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും വോട്ട് തട്ടലാണ് ലക്ഷ്യം. ഈ മഹാരഥന്മാരൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നവരല്ലേ, അഭിനയ ചക്രവർത്തിമാരല്ലേ. അപ്പൊ അവര് വന്ന് ഈ ഗവൺമെന്റിനെ പറ്റി അവർക്കുള്ള ധാരണ എന്താണോ അതിന്റെ നേരെ വിപരീതമായിട്ട് പ്ലസ് ആയിട്ട് പുകഴ്ത്തി അങ്ങ് സംസാരിക്കും. അതോടെ ഇപ്പോൾ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, അതായത് ഗവൺമെന്റ് വോട്ട് കൊടുക്കണോ എന്നൊരു സംശയ ദൃഷ്ടിയോടെ ഇരിക്കുന്ന ആൾക്കാർ പോലും അയ്യോ കണ്ടില്ലേ, മഹാനടന്മാരൊക്കെ വാഴ്ത്തി പുകഴ്ത്തുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം ജീവിതകാലം മുഴുവൻ മുഖ്യമന്ത്രി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കൊടുക്കാൻ ശ്രമിച്ചേക്കാം. ആ വിശ്വാസത്തോടു കൂടിയാണ്, ആ പ്രത്യാശയോടു കൂടിയാണ് അവരെ 3 പേരെയും വിളിച്ചിരിക്കുന്നത്. അവരെ 3 പേരെയും വിളിച്ചു വരുത്തിയിരിക്കുന്നതിലുള്ള ആ ചെലവെടുത്ത് ഈ പാവപ്പെട്ടവർക്ക്, ഈ ദരിദ്രരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചു പേരുടെ വീട് ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയേനെ. അതായത് ഈ നവംബർ മാസത്തിൽ തന്നെ കുറച്ചു പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റിയേനെ. അന്ന് മോഹൻലാലിന് വേണ്ടിയിട്ട് നടത്തിയല്ലോ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡിന്റെ പേരിൽ അദ്ദേഹത്തിന് വേണ്ടി നടത്തിയ സ്വീകരണവും ഒക്കെ, അതിനുവേണ്ടി എത്രയാണ് 3 കോടിക്ക് അടുത്ത് തുകയാണ്, 2,80,00,000 മറ്റോ. അതുണ്ടായിരുന്നെങ്കിൽ എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാമായിരുന്നു. അപ്പം ഇതൊക്കെ നടന് തന്നെ പറയാമായിരുന്നു, ഞാൻ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്നു, എനിക്ക് തന്ന എല്ലാ ഇതും ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് ഈ പാവപ്പെട്ടവരെ 4 പേർക്ക്, 10 പേർക്ക്, 100 പേർക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഒന്നുകിൽ അവരുടെ മുൻപില് ചിറ്റിലപ്പള്ളി, അതുപോലെ തന്നെ യൂസഫ് അലി, ഇങ്ങനെയുള്ള മഹാരഥന്മാർ അവരുടെ മുൻപില് ഛായാചിത്രങ്ങളായിട്ട് വന്ന് നിന്നിരുന്നെങ്കിൽ അവരെന്തുമാത്രം സൽക്കർമ്മങ്ങളാണ് ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, വീടില്ലാത്തവർക്ക് ഒക്കെ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അത് ഈ മഹാനടന്മാർക്ക് ബിൽ ഗേറ്റ്സിനെ ഒന്ന് അനുകരിക്കാമായിരുന്നു. ബിൽ ഗേറ്റ്സിനോട് പത്രക്കാര് നിങ്ങളുടെ ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ ആയിരുന്ന സമയത്താണ് ചോദിക്കുന്നത്, 2-3 വർഷം മുൻപ് ചോദിച്ചപ്പോൾ ബിൽ ഗേറ്റ്സ് പറഞ്ഞു, എന്റെ സ്വത്ത് എന്റെ ചെലവിനുള്ള അത്യാവശ്യം ചെലവിനുള്ളത് മാത്രം സൂക്ഷിച്ചിട്ട് ബാക്കി മുഴുവനും ഞാൻ ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് രോഗികൾക്കും അശരണർക്കുമായി, ലോകത്തെ രോഗികൾക്കും അശരണർക്കും HIV ബാധിതർക്കുമായിട്ട് ചെലവഴിക്കും, മാറ്റിവെക്കും. അപ്പൊ പത്രക്കാരി ചോദിച്ചു, അപ്പൊ താങ്കളുടെ മക്കളോ? അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, അവർക്ക് നല്ല സമ്പാദന ശേഷിയുള്ള നല്ല തൊഴിലുണ്ട്, അവരതുകൊണ്ട് ജീവിച്ചുകൊള്ളും, ഞാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഈ മഹാനടന്മാര്, ഈ വന്ന ഈ 3 മഹാനടന്മാരും അതുപോലെയുള്ളവരെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ച് അവർ ചെയ്യുന്നത് പോലെയുള്ള സത്പ്രവർത്തികൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ തന്നെ കേരളത്തിലെ ഈ അതിദാരിദ്ര്യം ഉന്മൂലനം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരാരും അതൊന്നും ചെയ്യുന്നവരല്ല. അവരുടെ പ്രതിഫലം ഓരോ അഡ്വർടൈസ്മെന്റിന് നിന്ന് കൊടുക്കുമ്പോഴും എത്ര ലക്ഷങ്ങളാണ് അവർ പ്രതിഫലം വാങ്ങുന്നത് എന്ന് ആ അഡ്വർടൈസിങ് ഏജൻസീസിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവര് വരും, പിണറായിക്ക് പുകഴ്ത്തുപാട്ട് പാടും, പോകും, പിണറായിക്ക് കൂടുതൽ വോട്ട് കിട്ടും, ഒരുപക്ഷെ പിണറായി 3ാം പ്രാവശ്യവും വന്നെന്ന് വരാം. പക്ഷേ ഈ മലയാളികള് എന്താ പറയുക, വിദ്യാഭ്യാസത്തോടൊപ്പം വിവേകവും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കും, കേരളം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളിലേക്ക് നമ്മൾ അടുക്കുന്നുണ്ടോ അതെയോ അകന്നു പോവുകയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിച്ചാൽ അവരെ ശരിയായ തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുത്തിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.